പാചകവാതകത്തിന്റെ വാണിജ്യ സിലിണ്ടർ വില ഒറ്റയടിക്ക് 1000 രൂപയോളം ഉയർന്നതോടെ ഹോട്ടൽ മേഖലയിൽ രൂക്ഷമായ പ്രതിസന്ധി. സാധനങ്ങളുടെ വിലക്കയറ്റവും തൊഴിലാളി ക്ഷാമവും അടക്കമുള്ള പ്രതിസന്ധിക്കിടെയാണ് ഇരുട്ടടി. വില വർദ്ധിപ്പിക്കാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. പശ്ചിമേഷ്യ യുദ്ധം തുടങ്ങിയതോടെ വന്നുചേർന്ന ഇന്ധന പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയായിരുന്നു ഹോട്ടൽ മേഖല. പാചകത്തിനുള്ള ഗ്യാസ് ലഭിക്കാതായതോടെ നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടി. ഇതിനിടെ അസം, ബംഗാൾ തെരഞ്ഞെടുപ്പുകൾക്കായി വലിയൊരു വിഭാഗം ഇതര സംസ്ഥാന തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയതും പ്രതിസന്ധിയായി. ഇതിനിടെയാണ് ഹോട്ടലുകൾക്ക് തിരിച്ചടിയായി വാണിജ്യ സിലിണ്ടറുകളുടെ വില ഒറ്റയടിക്ക് ഇപ്പോൾ 1000 രൂപയോളം ഉയർത്തിയത്. ഇന്നലെ വരെ 2124 രൂപ 50 പൈസ ഉണ്ടായിരുന്ന സിലിണ്ടറിന് 993 രൂപ കൂടി ഇന്നു മുതൽ 3117 രൂപ 50 പൈസയാണ് ഈടാക്കുന്നത്. തൊഴിലാളില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. അപ്പോൾ തൊഴിലാളിയും കൂടി വെച്ച് പോവുകയാണെങ്കിൽ ഇത്രയും വില കൂടിയ സ്ഥിതിക്ക് മുന്നോട്ട് പോകില്ല. അപ്പോൾ തൊഴിലാളി ഇനി വന്ന് കഴിഞ്ഞാലും ഇവർക്ക് ഗ്യാസ് ഇല്ലാണ്ട് പണി പോകില്ല. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകില്ല, കൂട്ടേണ്ടി വരും. ഇപ്പം തന്നെ പ്രതിസന്ധിയിലാണ്. 1000 രൂപ വർധനമെന്ന് വെച്ചാൽ തികച്ചും പ്രതിഷേധാർഹമാണ്. ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ വില വർദ്ധിപ്പിക്കുക എന്നുള്ളത് കസ്റ്റമേഴ്സ് വളരെ കുറയും. ഞാൻ 35 വർഷമായി ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ 35 വർഷത്തിനിടയ്ക്ക് ഒരു ദിവസം കൊണ്ട് 1000 രൂപ ഒരു കമേഴ്ഷ്യൽ സിലിണ്ടറിന് കൂടിയതായിട്ട് ആദ്യത്തെ അറിവാണ്. വില കൂട്ടുക എന്നല്ലാതെ യാതൊരു നിർവാഹവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. KT വിബീഷ്, മീഡിയ 1, കോഴിക്കോട്.